അപ്പൊ ഇപ്പൊ വേസ്റ്റ് തിന്നാൻ വേണ്ടിട്ട് വന്ന മീനാണ് കേട്ടത്. ഞാൻ പറഞ്ഞില്ല ഒന്നുകൂടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഇവിടെ കാണും. ഞാൻ അതേ ഞാൻ പറഞ്ഞ വലിയ സിലോപ്പി എന്ന് പിടിച്ചിട്ട് ഇല്ല. ഇത് ഈ സൈസ് അങ്ങനെ തന്നെ ചോപ്പായിരിക്കണമായിരുന്നു. ഇപ്പൊ വെള്ളത്തിന്റെ പുറത്തൊരു ചാട്ടം, 4-5 പോക്ക്. ഞാൻ അടിച്ച പാതി വലിയ സിലോപ്പി എന്നാണ് വിചാരിച്ചത്. പക്ഷെ കയ്യിൽ നല്ല അടി. അയച്ചേരിയുള്ള ചൂണ്ട കെട്ടിട്ടാണ് മുണ്ടച്ചി മനസ്സിലായി. ഇടേ മൂപ്പിലിരിക്കണ്ട താഴെ വിളിക്കും മുണ്ടച്ചി മോനെ ഇതാടി പപ്പിയണ്ണ കേട്ടടാ. ധൈര്യട്ടെ പോവില്ല നമുക്കുള്ളതൊന്നും. നല്ല അടിച്ചു വെച്ചു. ചൂണ്ട ആരാ വെള്ളത്തിൽ പോയത്? നിന്റെ തന്നെ ഇത്രയും മതി. മൂട് തേണില്ല എന്താ എടാ ഇവിടെ അടുത്തല്ലേ ഇട്ടാ നീ അതും പോയിട്ട്? ആ കണ്ടപ്പോ കാണാതെ കുഴപ്പമില്ല. ഒരിക്കൽ മറന്നു വന്നോ ഒന്നുകൂടെ കണ്ട കണ്ട നേരത്തെ കവർ എവിടെ? കവറോടെ കൊണ്ട് കവറോടെ ഫ്രിഡ്ജ് ഇതിനെങ്ങനെ കൊണ്ടുപോയി വേനൽക്ക് കരയെ കയറിയിട്ട് പറയാൻ കൊണ്ടുപോകാം. സിലേബേ ചവിട്ടാതെ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മടക്ക് വെള്ളം എടുത്ത് പോയി മല അടിക്കണം. നല്ല അടി അടിക്കണം. നോക്കണം ഉപ്പ് പൂരയിക്കണം പുറം തോടിക്ക്. നല്ല അടി അടിച്ചിങ്ങനെ തോടിൽ കയറി. എന്താണെന്നറിയാം കരക്കടിച്ച അടി ചുവന്ന് കൊടുത്തായിരുന്നു. അടികൊള്ളാടെ അടി ചന്നാങ്കുറ്റിയിൽ സൂപ്പർ അടി. ഒരു മരുന്ന് വന്നല്ല അത് കരയെ കയറണം. പടിവാ സ്റ്റെപ്പിൽ വാ. ഇങ്ങനെ